അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഇന്ത്യാസ് ഫോറിൻ ട്രേഡ് എന്ന് പറയുന്ന ചാപ്റ്ററിലത്തെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഓഫ് കേരള എന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കേരള ഈസ് പ്രൈമർലി ആൻ അഗ്രികൾച്ചറൽ സ്റ്റേറ്റ്. പണ്ട് കാലം മുതലേ കേരളത്തിൻ്റെ തനത് സംസ്കാര പ്രകാരം കൃഷിയെ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ് ജനങ്ങൾ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. Which means that the role of the industrialism doesn't play any role in Kerala's economy. Service sector contributes more towards GDP. As compared to Maharashtra, Punjab, UP, Karnataka, Tamil Nadu, etc., Kerala is industrially backward. മഹാരാഷ്ട്ര, പഞ്ചാബ്, യു പി, കർണാടക, തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളെ വെച്ച് കേരളത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ കേരളമാണ് ഇൻഡസ്ട്രിയലി ഏറ്റവും കൂടുതൽ ബാക്ക്വേർഡായിട്ട് നിൽക്കുന്നത്. ദെൻ മോസ്റ്റ് ഓഫ് ദി ഇൻഡസ്ട്രീസ് ഇൻ കേരള ആർ ആഗ്രോ ബേസ്ഡ്. കേരളത്തിലുള്ള മിക്ക ഇൻഡസ്ട്രീസും ആഗ്രോ ബേസ്ഡ് ആണ്, അഥവാ അഗ്രികൾച്ചറൽ ബേസ്ഡ് ആണ്. കേരള ഹാസ് സം ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് ലൈക്ക് ഹാൻഡ്ലൂം, കാഷ്യൂ, എക്സെട്ര. കേരളത്തിന് തനതായിട്ടുള്ള വ്യവസായങ്ങളുണ്ട്. എന്തുപോലെ? ഹാൻഡ്ലൂം, കാഷ്യൂ പോലെയുള്ള വ്യവസായങ്ങളാണ് കേരളത്തിന് ഉള്ളത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ ടോപ്പിക് ഇമ്പോർട്ടൻറ്റ് ഇൻഡസ്ട്രീസ് ഓഫ് കേരള. കേരളത്തിൽ ഇവിടെ മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത് 7 ഇൻഡസ്ട്രീസിനെ കുറിച്ചാണ്. അതിൽ ഫസ്റ്റത്തെയാണ് അഗ്രികൾച്ചറൽ ആൻഡ് ലൈവ് സ്റ്റോക്ക്, പിന്നെ ടൂറിസം, oil and refining, petrochemicals, shipbuilding, energy, chemical industry, information technology industry. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഫസ്റ്റത്തെ ഇൻഡസ്ട്രി ആയിട്ടുള്ള അഗ്രികൾച്ചറൽ ആൻഡ് ലൈവ് സ്റ്റോക്കിനെ കുറിച്ചാണ്. കേരള ഈസ് മെയിൻലി ഇൻവോൾവ് ഇൻ ടു ദ പ്രൊഡക്ഷൻ ഓഫ് പെപ്പർ, നാച്ചുറൽ റബ്ബർ, ടീ, കാഷ്യൂ, സ്പൈസസ്, കോഫി ആൻഡ് കോക്കനട്ട്. കേരള മെയിനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക പെപ്പർ, നാച്ചുറൽ റബ്ബർ, ടീ, കാഷ്യൂ, സ്പൈസസ് എന്ന് വെച്ചാൽ സുഗന്ധവ്യഞ്ജനങ്ങൾ, കോഫി, കോക്കനട്ട്. ഓൾ ഇറ്റ്സ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഈസ് സെൻഡ് അക്രോസ് ദി കൺട്രി. നമ്മൾ കേരളത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന എല്ലാ അഗ്രികൾച്ചറൽ ആയിട്ടുള്ള പ്രോഡക്ട്സും നമ്മൾ രാജ്യത്തിലുടനീളം കയറ്റുമതി ചെയ്യപ്പെടുന്നുണ്ട്. ഇറ്റ് പ്രൊഡ്യൂസസ് വാരിയസ് ടൈപ്സ് ഓഫ് സ്പൈസസ് ഇൻക്ലൂഡിങ് വാനില, കാർഡമം, നട്ട്മഗ്, സിന്നമൺ. നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സ്പൈസസിൽ പെട്ടതാണ് വാനില, കാർഡമം, ഏലക്ക, ജാതിക്ക, അതുപോലെ തന്നെ കറുവപ്പട്ട. കേരള ഹാസ് ഹ്യൂജ് വർക്ക് ഫോഴ്സ് ഫോർ ഓൾ ദീസ് ടാസ്ക്. ഈ ടാസ്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിൽ ഒരു വലിയ വർക്ക് ഫോഴ്സ് തന്നെയാണുള്ളത്. ദ സ്റ്റേറ്റ് ഈസ് ഓൾസോ നോൺ ഫോർ ഇറ്റ്സ് ഹ്യൂജ് വെറൈറ്റീസ് ഓഫ് റൈസ്. കേരളത്തിലുള്ള അരികൾ, കുറേ അരികളുണ്ടല്ലോ നമുക്ക് കാണാൻ സാധിക്കും. അതിനൊക്കെ പേരറിയപ്പെട്ടൊരു നാടാണ് കേരളം. പിന്നെ അടുത്തത് വരുന്നത് ടൂറിസമാണ്. ടൂറിസം ഈസ് വൺ ഓഫ് ദി മേജർ ഇൻഡസ്ട്രീസ് ഇൻ കേരള. കേരളത്തിലെ മേജർ എന്ന് വെച്ചാൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഇൻഡസ്ട്രി അല്ലേ. അപ്പോൾ ടോപ്പിൽ നിൽക്കുന്ന ഇൻഡസ്ട്രിയിൽ പെട്ട ഒന്നാണ് ടൂറിസം. The state has various tourist places to attract the tourists from all across the world. അപ്പോൾ ലോകത്തിലുള്ള എല്ലാ ആളുകളെയും അട്രാക്റ്റ് ചെയ്യിക്കാനുള്ള ടൂറിസ്റ്റ് പ്ലേസസ് നമ്മളുടെ നാട്ടിലുണ്ട്, കേരളത്തിലുണ്ട്. സം ഓഫ് ദി മോസ്റ്റ് വിസിറ്റഡ് ഏരിയാസ് ആർ കോവളം, ഫോർട്ട് കൊച്ചി, മൂന്നാർ, പൊന്മുടി, നെല്ലിയാമ്പതി, കോഴിക്കോട്, ആലപ്പുഴ, തൃശ്ശൂർ. The major tourist attractions are coastal areas, mountains, temples, wildlife sanctuary, etc. കൂടുതൽ അട്രാക്റ്റ് ചെയ്യപ്പെടുന്ന സ്ഥലങ്ങൾ എന്ന് വെച്ചാൽ കോസ്റ്റൽ ഏരിയാസ്, തീരദേശ പ്രദേശങ്ങൾ, മലകൾ, അമ്പലങ്ങൾ, അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്. പിന്നെ ഉള്ളത് ഓയിൽ റിഫൈനിങ് ആൻഡ് പെട്രോകെമിക്കൽസ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ടർ എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. The state is also having oil refining and petrochemical industry in the city of Kochi. അപ്പോൾ കൊച്ചിയിലാണ് നമ്മൾ മെയിൻ കാര്യങ്ങൾ, ടൂറിസം ആയാലും അഗ്രികൾച്ചർ ആയാലും ഓയിൽ റിഫൈനിങ് ആയാലും ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രീസ് ഉള്ളത് കൊച്ചിയിൽ നിന്നാണ് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ കൊച്ചിയിലാണ് പെട്രോകെമിക്കൽ ഇൻഡസ്ട്രിയും ഓയിൽ റിഫൈനിങ് ഇൻഡസ്ട്രിയും ഉള്ളത് നമ്മളുടെ സ്റ്റേറ്റിൻ്റെ.
It has one of the leading state-owned refinery in India with the huge production capacity. ഇന്ത്യയിൽ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ഓയിൽ റിഫൈനറി സ്റ്റേറ്റ് കേരളം തന്നെയാണ്. അവിടെ തന്നെയാണ് ഹ്യൂജ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ളത്. Its oil refinery is referred as Kochi Refinery, which was formerly named as Cochin Refineries Limited. കേരളത്തിലെ ഓയിൽ റിഫൈനറിനെ റെഫർ ചെയ്യുന്നത് കൊച്ചി റെഫറി എന്നാണ്. ഇപ്പോൾ ഫോർമലി ആയിട്ട് നെയിം ചെയ്തിരിക്കുന്നു എന്തായിട്ട്? കൊച്ചിൻ റിഫൈനറീസ് ലിമിറ്റഡ്. കൊച്ചി റിഫൈനറി ഈസ് എൻഗേജ്ഡ് ഇൻ റിഫൈനിങ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് പെട്രോളിയം പ്രോഡക്ട്സ്. കൊച്ചി റിഫൈനറിയിൽ മെയിനായിട്ട് നടക്കുന്നത് റിഫൈൻ ചെയ്യുക, പ്രോഡക്ട്സിനെ റിഫൈൻ ചെയ്യുക, അതുപോലെ തന്നെ പെട്രോളിയം പ്രോഡക്ട്സിനെ മാർക്കറ്റ് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് ഷിപ്പ് ബിൽഡിംഗ് ആണ്. ഷിപ്പ് ബിൽഡിംഗ് ഈസ് വൺ ഓഫ് ദി മേജർ ഇൻഡസ്ട്രീസ് ഇൻ കേരള. കേരളത്തിലെ മേജറായിട്ടുള്ള ഇൻഡസ്ട്രിയിൽ ഒന്നാണ് ഷിപ്പ് ബിൽഡിംഗ്. ദി സ്റ്റേറ്റ് ഹാസ് ലാർജസ്റ്റ് ഷിപ്പ് ബിൽഡിംഗ് ഫെസിലിറ്റി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷിപ്പ് ബിൽഡിംഗ് ഫെസിലിറ്റി ഉള്ളത് കേരളത്തിലാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് വാസ് started in the year 1972 as fully owned by Government of India Company. കൊച്ചിൻ ഷിപ്പ്യാർഡ് സ്റ്റാർട്ട് ചെയ്തത് 1972 അത് കംപ്ലീറ്റ്ലി ഓൺ ചെയ്തിരുന്നത് ഇന്ത്യൻ ഗവൺമെൻറ് കമ്പനിയാണ്. The yard is involved into building and repairing of largest vessels in India. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വെസൽസ് ബിൽഡ് ചെയ്യുകയും അതേപോലെ തന്നെ റിപ്പയർ ചെയ്യുകയും ചെയ്യുന്നത് ഈ യാർഡുകളിലാണ്. It is also building shipyard for Indian Navy. ഇന്ത്യൻ നാവികസേനയ്ക്കായി കപ്പൽശാലയും അവിടെ നിർമ്മിക്കുന്നു. അടുത്ത ഇൻഡസ്ട്രിയാണ് എനർജി, ഊർജം. India's largest floating solar power plant was set up on the Banasura Sagar Reservoir in Wayanad, Kerala. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള സോളാർ പവർ പ്ലാന്റ് സെറ്റപ്പ് ചെയ്തത് കേരളത്തിലെ വയനാട്ടിലുള്ള ബാണാസുര സാഗർ റിസർവോയറിലാണ്. The state is contributing hugely in the promotion of solar energy. സോളാർ എനർജിയുടെ ഉൽപ്പാദനത്തെ നമ്മളുടെ സ്റ്റേറ്റ് കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുകയും കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് കെമിക്കൽ ഇൻഡസ്ട്രിയാണ്. ആലുവ ഈസ് വൺ ഓഫ് ലീഡിംഗ് ഇൻഡസ്ട്രിയൽ ബെൽറ്റ് ഇൻ കേരള. കേരളത്തിലെ പ്രമുഖ വ്യവസായ മേഖലകളിൽ ഒന്നാണ് ആലുവ, അല്ലേ? നമുക്കറിയാം. ദ ഇൻഡസ്ട്രിയൽ ബെൽറ്റ് ഈസ് മാനുഫാക്ചറിങ് എ വൈഡ് റേഞ്ച് ഓഫ് കെമിക്കൽ പ്രോഡക്ട്സ് ഇൻക്ലൂഡിംഗ് പെസ്റ്റിസൈഡ്സ്, റബ്ബർ പ്രോസസ്സിംഗ് കെമിക്കൽസ്, സിങ്കോ ക്രോമിയം കോമ്പൗണ്ട്സ്, റെയർ എർത്ത് എലമെൻറ്റ്സ് ആൻഡ് ലെതർ പ്രോഡക്ട്സ്. ഈ ഇൻഡസ്ട്രിയൽ ബെൽറ്റ് കീടനാശിനികൾ ഉൾപ്പെടെ നിരവധി രാസോൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. പെസ്റ്റിസൈഡ്സ് പോലെ റബ്ബർ പ്രോസസ്സിംഗ് കെമിക്കൽസ്, അതായത് റബ്ബർ പ്രോസസ്സ് ചെയ്യുന്ന ടൈമിൽ യൂസ് ചെയ്യുന്ന കെമിക്കൽസ്, സിങ്ക് അല്ലെങ്കിൽ ക്രോമിയം കോമ്പൗണ്ട്സ്, കെമിക്കൽ കോമ്പൗണ്ട്സ് ആണല്ലോ രണ്ടും, അതുപോലെ തന്നെ റയർ എർത്ത് എലമെൻറ്റ്സ് ആൻഡ് ലെതർ പ്രോഡക്ട്സ്. നെക്സ്റ്റ് ആണ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഡസ്ട്രി. Infrastructure for setting up IT industry in the state was created with the launching of Technopark in Trivandrum in 1919 and later Infopark at Kochi in 2003. ഇൻഫർമേഷൻ ടെക്നോളജി വ്യവസായം. 1990 തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കും പിന്നീട് 2003 കൊച്ചിയിൽ ഇൻഫോ പാർക്കും ആരംഭിച്ചതോടെയാണ് സംസ്ഥാനത്ത് IT വ്യവസായം സ്ഥാപിക്കുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്. For some time, these centers, which provided the benefits of special economic zones to entrepreneurs, could not attract national level players in the IT sector. അതായത് സംരംഭകർക്ക് പ്രത്യേക സാമ്പത്തിക മേഖലകളുടെ ആനുകൂല്യങ്ങൾ നൽകിയ ഈ കേന്ദ്രങ്ങൾക്ക് IT മേഖലയിലെ ദേശീയ തലത്തിലുള്ള കളിക്കാരെ ആകർഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. But the advantages of international cable connectivity, abundance of technically qualified young people, peaceful industrial atmosphere, and the preferential approach of the government could bring in important IT companies like TCS, Infosys, US Software, etc. the state since 2007. എന്നാൽ
അന്താരാഷ്ട്ര കേബിൾ കണക്ടിവിറ്റിയുടെ നേട്ടങ്ങൾ, സാങ്കേതിക യോഗ്യതയുള്ള യുവാക്കളുടെ കുറവ്, സമാധാനപരമായ വ്യാവസായിക അന്തരീക്ഷം, സർക്കാരിൻ്റെ മുൻഗണനാ സമീപനം എന്നിവയ്ക്ക് 2007 മുതൽ TCS, ഇൻഫോസിസ്, US സോഫ്റ്റ്വെയർ തുടങ്ങിയ സുപ്രധാന IT കമ്പനികളെ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ കഴിയും. ടോപ്പിക് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് ഓഫ് കേരള. കേരളത്തിലെ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ്. Important traditional industries of Kerala includes handloom, handicrafts, bamboo industry, coir industry, khadi and village industries, cashew industry. അപ്പോൾ നമുക്ക് ആദ്യത്തെ ട്രഡീഷണൽ ഇൻഡസ്ട്രി ആയിട്ടുള്ള ഹാൻഡ്ലൂമിനെ കുറിച്ച് നോക്കാം. Among the traditional industries of Kerala, handloom stands second to coir in providing employment to 1.7 lakh persons. The industry is highly concentrated in Tirunelveli and Kannur districts. The southern region produces 54% of the major handloom items, followed by the north 32% and central region 14%. Out of the total handloom production in the state, 96.11% is from the cooperative sector and the rest by units in the entrepreneurial sector. Handtex and Handweave are two state-level agencies dealing with the procurement and marketing of handloom fabrics. അതായത് കൈത്തറി. കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങളിൽ 1.75 ലക്ഷം പേർക്ക് തൊഴിൽ നൽകുന്നതിൽ കൈത്തറി രണ്ടാം സ്ഥാനത്താണ്. തിരുവനന്തപുരം, കണ്ണൂർ ജില്ലകളിലാണ് ഈ വ്യവസായം കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. പ്രധാന കൈത്തറി ഇനങ്ങളുടെ 54% തെക്കൻ മേഖലയും തുടർന്ന് 32% വടക്കൻ മേഖലയും 14% മധ്യമേഖലയും ഉൽപ്പാദിപ്പിക്കുന്നു. സംസ്ഥാനത്തെ മൊത്തം കൈത്തറി ഉൽപ്പാദനത്തിൽ 96.11% സഹകരണ മേഖലയിൽ നിന്നും ബാക്കി സംരംഭക മേഖലയിലെ യൂണിറ്റുകളിൽ നിന്നുമാണ്. കൈത്തറി തുണിത്തരങ്ങളുടെ സംഭരണവും വിപണനവും കൈകാര്യം ചെയ്യുന്ന 2 സംസ്ഥാനതല ഏജൻസികളാണ് ഹാൻടെക്സും ഹാൻഡ്വീവും. അത്രയാണ് അതിൽ പറയുന്നത്. നെക്സ്റ്റ് ആണ് ഹാൻഡിക്രാഫ്റ്റ്സ്. Handicrafts industry is a major area of employment generation in the state. Coconut shell carving, straw picture making, cane work, bamboo and reed weaving, ivory carving, bell metal casting, screw pine and mat weaving are the major handicrafts in the state. Handicrafts Development Corporation and Artisans Development Corporation are the major promotional agencies of the industry. അതായത് സംസ്ഥാനത്ത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള പ്രധാന മേഖലയാണ് കരകൗശല വ്യവസായം. തെങ്ങിൻ തോട് കൊത്തുപണി, വൈക്കോൽ ചിത്രനിർമ്മാണം, ചൂരൽപ്പണി, മുളയും ഞാങ്ങണയും നെയ്ത്ത്, ഐവറി കാർവിംഗ്, ബെൽ മെറ്റൽ കാസ്റ്റിംഗ്, സ്ക്രൂ പൈൻ, പായ നെയ്ത്ത് എന്നിവയാണ് സംസ്ഥാനത്തെ പ്രധാന കരകൗശല വസ്തുക്കൾ. കരകൗശല വികസന കോർപ്പറേഷനും ആർട്ടിസൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനുമാണ് വ്യവസായത്തിൻ്റെ പ്രധാന പ്രൊമോഷൻ ഏജൻസികൾ. നെക്സ്റ്റ് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് ഓഫ് കേരളയിലുള്ളതാണ് ബാംബു ഇൻഡസ്ട്രി. Bamboo is mainly used in the state for the manufacture of pulp for making paper, bamboo ply and traditional bamboo industry. The traditional bamboo industry provides livelihood to about 3 lakh workers. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബാമ്പു യൂസ് ചെയ്യപ്പെടുന്നത് പൾപ്പിൻ്റെ മാനുഫാക്ചറിങ്. പൾപ്പ് എന്തിനാ യൂസ് ചെയ്യുക? പേപ്പർ ഉണ്ടാക്കാനല്ലേ. അപ്പോൾ പൾപ്പിൻ്റെ മാനുഫാക്ചറിങ് ഫോർ മെയിൻലി യൂസിങ് പേപ്പർ, അതുപോലെ തന്നെ ബാമ്പു പ്ലൈ, പിന്നെ ട്രഡീഷണൽ ബാമ്പു ഇൻഡസ്ട്രിയിലുമാണ് ബാമ്പു യൂസ് ചെയ്യുക. The traditional bamboo industry provides livelihood to about 3 lakh workers. Traditional bamboo industries 3 ലക്ഷത്തോളം തൊഴിലാളികൾക്കാണ് ഉപജീവനം നൽകുന്നത്. നെക്സ്റ്റ് ആണ് കോയർ ഇൻഡസ്ട്രി. Coir industry is a major traditional industry of Kerala consisting of 3 major subsectors, namely
fiber extraction, spinning and weaving. The industry is mainly organized in the cooperative sector with 804 registered primary cooperative societies, of which only 410 are working as on 2007. Coir-fed is the apex society. The major portion of coir yarn produced by coir societies is marketed by coir-fed. കയർ വ്യവസായം. കയർ വ്യവസായം കേരളത്തിലെ ഒരു പ്രധാന പരമ്പരാഗത വ്യവസായമാണ്. അതിൽ 3 പ്രധാന ഉപമേഖലകൾ ഉൾപ്പെടുന്നു. അതായത് നാരുകൾ വേർതിരിച്ചെടുക്കൽ, നൂൽക്കുക, നെയ്ത്ത്. 2007 കണക്കനുസരിച്ച് 410 മാത്രം പ്രവർത്തിക്കുന്ന 804 പ്രാഥമിക സഹകരണ സംഘങ്ങളുള്ള സഹകരണ മേഖലയിലാണ് ഈ വ്യവസായം പ്രധാനമായും സംഘടിപ്പിക്കുന്നത്. കോയർഫെഡ് ആണ് അപെക്സ് സൊസൈറ്റി. കയർ സൊസൈറ്റികൾ ഉൽപ്പാദിപ്പിക്കുന്ന കയർ നൂലിൻ്റെ ഭൂരിഭാഗവും വിപണനം ചെയ്യുന്നത് കോയർഫെഡ് ആണ്. നെക്സ്റ്റ് ആണ് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ്. ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് board carries out its activities through cooperative societies, registered institutions and departmental units by availing financial assistance from state government, Khadi Commission and nationalized banks. The board has been promoting sericulture through Serifed, which has opened a cocoon market in Calicut and a silk exchange facility in Kasaragod. അതായത് ഖാദിയും ഗ്രാമവ്യവസായങ്ങളും. സംസ്ഥാന സർക്കാർ, ഖാദി കമ്മീഷൻ, ദേശസാൽകൃത ബാങ്കുകൾ എന്നിവയിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭ്യമാക്കിക്കൊണ്ട് ഖാദിയും ഗ്രാമവ്യവസായ ബോർഡ് അതിൻ്റെ പ്രവർത്തനങ്ങൾ സഹകരണ സംഘങ്ങൾ, രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങൾ, ഡിപ്പാർട്ട്മെൻ്റൽ യൂണിറ്റുകൾ എന്നിവ വഴി നടത്തുന്നു. പാലക്കാട് കുക്കൂൺ മാർക്കറ്റും കാസർഗോഡ് സിൽക്ക് എക്സ്ചേഞ്ച് സൗകര്യവും തുറന്ന സെറിഫെഡ് വഴിയാണ് ബോർഡ് സെറികൾച്ചർ പ്രോത്സാഹിപ്പിക്കുന്നത്. നെക്സ്റ്റ് ആണ് കാഷ്യൂ ഇൻഡസ്ട്രി. ദി കേരള സ്റ്റേറ്റ് കാഷ്യൂ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ KSCDC and Cashew Workers Apex Cooperative Society are the 2 state agencies engaged in the cashew processing sector in Kerala. In KSCDC, there are about 15,000 workers and majority of them are women. KSCDC exports cashew kernels and cashew shell liquid. Raw nuts are mainly imported to supplement the local availability. There are about 4,000 workers under CAPEX. കശുവണ്ടി വ്യവസായം. അതായത് കേരളത്തിലെ കശുവണ്ടി സംസ്കരണ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന 2 സംസ്ഥാന ഏജൻസികളാണ് കേരള സ്റ്റേറ്റ് കശുവണ്ടി വികസന കോർപ്പറേഷനും അതായത് KSCDC കശുവണ്ടി തൊഴിലാളി അപെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയും. KSCDCയിൽ ഏകദേശം 15,000 തൊഴിലാളികളുണ്ട്. അവരിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ്. KSDC കശുവണ്ടി കേണലുകളും കശുവണ്ടി ഷെൽ ദ്രാവകവും കയറ്റുമതി ചെയ്യുന്നു. അസംസ്കൃത പരിപ്പ് പ്രധാനമായും ഇറക്കുമതി ചെയ്യുന്നത് പ്രാദേശിക ലഭ്യതയ്ക്ക് അനുബന്ധമായാണ്. കാപെക്സിന് കീഴിൽ ഏകദേശം 4,000 തൊഴിലാളികളുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ കേരള ട്രഡീഷണൽ ഇൻഡസ്ട്രീസിൽ പറഞ്ഞത്. ഫസ്റ്റ് ഹാൻഡ്ലൂമിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ ഹാൻഡിക്രാഫ്റ്റ്, പിന്നെ ബാംബൂ ഇൻഡസ്ട്രി, കോയർ ഇൻഡസ്ട്രി, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ്, കാഷ്യൂ ഇൻഡസ്ട്രി. ഇത്രയാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ പറഞ്ഞത്. ഇവകളെക്കുറിച്ച് ഡിഫൈൻ ചെയ്തും പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കോസസ് ഓഫ് ഇൻഡസ്ട്രിയൽ ബാക്ക്വാർഡ്നെസ് ഓഫ് കേരള. കേരളത്തിൻ്റെ വ്യാവസായിക പിന്നോക്കാവസ്ഥയുടെ കാരണങ്ങൾ. കേരള ഈസ് ഇൻഡസ്ട്രിയലി ബാക്ക്വേർഡ്. കേരള എന്ന് പറയുന്നത് വ്യാവസായികമായി പിന്നോക്കത്തിലാണ്. ഇൻ ഫാക്ട് there are no basic or key manufacturing industries. സത്യത്തിൽ അവിടെ ബേസിക് ആയിട്ടോ അല്ലെങ്കിൽ കീ ആയിട്ടോ ഉള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ഇല്ല എന്ന് തന്നെയാണ്. There are a variety of reasons why industrial development is slow in Kerala. ഒരുപാട് കാരണങ്ങളുണ്ട് എന്തിന് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കേരളത്തിൽ സ്ലോ ആവാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇമ്പോർട്ടൻറ്റ് റീസൺസ് മേ ബി ബ്രീഫ്ലി എക്സ്പ്ലെയിൻഡ് ആസ് ബിലോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണങ്ങൾ നമുക്ക് താഴെ ഡിസ്കസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ഓഫ് ദി സ്റ്റേറ്റ്. സംസ്ഥാനത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം.
Kerala lies on the southernmost tip of India. അതായത് ഇന്ത്യയുടെ തെക്കേ അറ്റത്താണ് കേരളം സ്ഥിതി ചെയ്യുന്നത്. Hence, almost all raw material has to pass through several states to get here. അതിനാൽ മിക്കവാറും എല്ലാ സംസ്കൃത വസ്തുക്കളും ഇവിടെ എത്താൻ നിരവധി സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. Accordingly, cost of transportation would be very high. അതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ടേഷൻ്റെ പൈസ വളരെ കൂടുതലായിരിക്കും. So from this definition, we are clear that geographical location of the state plays an important role in the industrial backwardness of Kerala, because almost all the people are not ready to afford the money of transportation. Next ആണ് technological backwardness. Technological backwardness എന്ന് വെച്ചാൽ എന്താ? സാങ്കേതിക പിന്നോക്കാവസ്ഥ. Okay, backwardness of industrial technology is one of the main reasons for the industrial backwardness of Kerala. നമുക്കറിയാം, വ്യാവസായിക സാങ്കേതിക വിദ്യയുടെ പിന്നോക്കാവസ്ഥയാണ് കേരളത്തിൻ്റെ വ്യാവസായിക പിന്നോക്കാവസ്ഥയുടെ പ്രധാന കാരണം. This causes low labor productivity and minimal forward and backward linkages that retarded the industrial development of the region. അതായത് ഇത് കുറഞ്ഞ തൊഴിൽ ഉൽപാദനക്ഷമതയ്ക്കും കുറഞ്ഞ മുന്നോട്ടും പിന്നോട്ടും ബന്ധിപ്പിച്ച് പ്രദേശത്തിൻ്റെ വ്യാവസായിക വികസനത്തെ പിന്നോട്ടടിക്കുന്നു. The major industries in the state, whether coir processing, handloom weaving and beading making, are marketed by the use of low productive technologies. സംസ്ഥാനത്തെ പ്രധാന വ്യവസായങ്ങൾ കൈത്തറി, നെയ്ത്ത്, ബീഡി നിർമ്മാണം വിപണനം ചെയ്യുന്നത് കുറഞ്ഞ ഉൽപാദനക്ഷമതയുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ്. അപ്പോൾ ഇതൊക്കെയാണ് ടെക്നോളജിക്കൽ ബാക്ക്വേർഡ്നെസ്സിൽ പറയുന്നത്. മൂന്നാമത്തെ കോസാണ് ലാക്ക് ഓഫ് ലാർജ് ട്രാക്ട്സ് ഓഫ് ലാൻഡ്. അതായത് വലിയ ഭൂപ്രദേശങ്ങളുടെ അഭാവം. For industrial development, one of the essential factors is availability of cheap land. അതായത് വില കുറഞ്ഞ ഭൂമിയുടെ ലഭ്യതയാണ് അവശ്യഘടകത്തിൻ്റെ 4 വ്യാവസായിക വികസന ഫണ്ട്. മൂന്നാമത്തെ കോഴ്സായിട്ടുള്ള ലാക്ക് ഓഫ് ലാർജ് ട്രാക്ട്സ് ഓഫ് ലാൻഡ് ആണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. ലാക്ക് ഓഫ് ലാർജ് ട്രാക്ട്സ് ഓഫ് ലാൻഡ് എന്ന് വെച്ചാൽ വലിയ ഭൂപ്രദേശങ്ങളുടെ അഭാവം. നമുക്കറിയാം, ഇപ്പോൾ ഒരു വർക്ക് ഫോഴ്സിന് പുറമെ നമുക്കൊരു ഇൻഡസ്ട്രി സെറ്റപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു ഭൂമി വേണം, അല്ലേ? അപ്പോൾ കുറഞ്ഞ പൈസക്ക് ഭൂമി ഇട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പൈസ ഉള്ള ഭൂമി വാങ്ങിക്കുന്നതിനേക്കാളും നല്ലതല്ലേ കുറവ് പൈസ ഉള്ള ഭൂമി വാങ്ങിക്കുന്നത്? കാരണം കുറച്ച് പൈസ നമുക്ക് ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റിനും അതേപോലെ തന്നെ വർക്ക് ഫോഴ്സിൻ്റെ സാലറിക്ക് മെഷീനറീസ് ബൈ ചെയ്യാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഇതിൽ പറയണത് ഫോർ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് വൺ ഓഫ് ദി എസെൻഷ്യൽ ഫാക്ടേഴ്സ് ഈസ് അവൈലബിലിറ്റി ഓഫ് ചീപ്പ് ലാൻഡ്, അല്ലേ? വ്യാവസായിക വികസനത്തിന് വില കുറഞ്ഞ ഭൂമിയുടെ ലഭ്യതയാണ് അവശ്യഘടകങ്ങളിലൊന്ന്. കേരള ഈസ് എ സ്മോൾ സ്റ്റേറ്റ് ആൻഡ് ഹൈലി എക്കോ സെൻസിറ്റീവ്. കേരള എന്ന് പറയുന്നത് ഒരു ചെറിയ സംസ്ഥാനമാണ്, കൂടാതെ തന്നെ അത് വളരെ എക്കോ സെൻസിറ്റീവ് ആണ്. 2/3 of Kerala has large mountains, forests and water bodies, which make only a tiny strip of coastal land worth for an activity, including human habitation. അപ്പോൾ കേരളത്തിൻ്റെ 3/2 ഭാഗത്തിലും വലിയ പർവ്വതങ്ങളും വനങ്ങളും ജലാശയങ്ങളാണ് ഉള്ളത്. ഇത് മനുഷ്യവാസം ഉൾപ്പെടെയുള്ള പ്രവർത്തനത്തിന് ഒരു ചെറിയ തീരദേശത്തെ മാത്രം വിലമതിക്കുന്നു. Construction of big factories is not possible in these areas due to population density and eco-sensitive areas and government policy of preservation of land for food production. അതായത് ജനസാന്ദ്രതയും പരിസ്ഥിതി ലോല പ്രദേശങ്ങളും ഭക്ഷ്യോൽപാദനത്തിനായി ഭൂമി സംവരണം ചെയ്യുന്ന സർക്കാർ നയവും കാരണം ഈ പ്രദേശങ്ങളിൽ വലിയ ഫാക്ടറികളുടെ നിർമ്മാണം സാധ്യമല്ല. It may be noted that only the green portion of Kerala is fit for human settlements, which are the fertile portion of coastal strip. അതായത് തീരദേശത്തിൻ്റെ ഫലഭൂയിഷ്ഠമായ ജനവാസ കേന്ദ്രങ്ങൾക്ക് കേരളത്തിൻ്റെ പച്ചപ്പുള്ള ഭാഗം മാത്രമേ അനുയോജ്യമാകൂ എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. This means that
Industries have to be located in human settlements area, sharing with other sectors like agriculture, service, etc. ഇതിനർത്ഥം കാർഷിക സേവനം പോലുള്ള മറ്റു മേഖലകളുമായി പങ്കിടുന്ന ജനവാസ മേഖലയിൽ വ്യവസായങ്ങൾ സ്ഥാപിക്കണം എന്നാണ്. ഇതാണ് തേർഡ് കോസ് പറയണത്. ഫോർത്ത് കോസ് പറയണത് പോപ്പുലേഷൻ ഡെൻസിറ്റി. Okay, population density. Kerala has one of the highest population density in the country. The current population density of the state is 859 people per square kilometer, while for India as a whole it is 382 people per square kilometer. In comparison to nearby Tamil Nadu, it is only 555 people per square kilometer, and with Karnataka is 309 people per square kilometer. ഓക്കെ, പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ് ജനസാന്ദ്രത. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. സംസ്ഥാനത്തിൻ്റെ നിലവിലെ ജനസാന്ദ്രത ഒരു ചതുരശ്ര കിലോമീറ്ററിൽ 859 ആളുകളാണ്. ഇന്ത്യയിൽ മൊത്തത്തിൽ ഇത് ഒരു ചതുരശ്ര കിലോമീറ്ററിന് 382 ആളുകളാണ്. കേരളത്തിൻ്റെ അടുത്തുള്ള തമിഴ്നാടുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ചതുരശ്ര കിലോമീറ്ററിൽ 555 പേര് മാത്രമാണ്. കർണാടകയിൽ ഒരു ചതുരശ്ര കിലോമീറ്ററിന് 319 പേരാണ് ഉള്ളത്. നെക്സ്റ്റ് ആണ് ഹയർ കോസ്റ്റ് ഓഫ് ലേബർ. ഇൻ കേരള ദ കോസ്റ്റ് ഓഫ് ലേബർ ഈസ് ഹയർ as the minimum wages are higher. This is because the society is aware of its rights and there is a higher bargaining power for wages. The lowest wage even for an unskilled workers is rupees 600 to rupees 700. In Tamil Nadu, it is only rupees 350 to 400. അതായത് കേരളത്തിൽ മിനിമം കൂലി കൂടുതലായതിനാൽ തൊഴിലാളികളുടെ ചെലവ് കൂടുതലാണ്. കാരണം സമൂഹം അതിൻ്റെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാണ്. അവിദഗ്ധ തൊഴിലാളികൾക്ക് പോലും ഏറ്റവും കുറഞ്ഞ വേതനം 600 രൂപ മുതൽ 700 രൂപയാണ്. തമിഴ്നാട്ടിൽ മാത്രമാണ് 350 രൂപ മുതൽ 700 രൂപ വരെ ഉള്ളത്. നെക്സ്റ്റ് കോഴ്സാണ് പബ്ലിക് എജിറ്റേഷൻസ് എഗെയിൻസ്റ്റ് റോങ് ഡൂയിങ്സ് ഓഫ് ഫാക്ടറി. ഫാക്ടറിയുടെ തെറ്റായ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ. Public agitation against wrongdoings of factory. In Indian context, a factory or industry often disregards environment rules as well as pollution rules. No major industries are concerned in setting effluent treatment plants or pollution control activities, etc. In Kerala, such attitudes will be severely dealt by neighborhood. Being a highly literate society with awareness of rights as well as ability to protest without fear, public committees will fight against such doings of companies. For example, Galur Rayons, Grasim Industries of Birla Group was forced to shut down its unit in Mavur, Calicut due to massive public protest for polluting their river Chaliyar. അതായത് ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരു ഫാക്ടറിയോ വ്യവസായമോ പലപ്പോഴും പരിസ്ഥിതി നിയമങ്ങളെയും മലിനീകരണ നിയമങ്ങളെയും അവഗണിക്കുന്നു. മലിനജല ശുദ്ധീകരണ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിനോ മലിനീകരണ നിയന്ത്രണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനോ വലിയ വ്യവസായങ്ങളൊന്നും ആശങ്കപ്പെടുന്നില്ല. കേരളത്തിൽ അത്തരം നിലപാടുകൾ അയൽപക്കങ്ങൾ കഠിനമായി കൈകാര്യം ചെയ്യും. അവകാശങ്ങളെക്കുറിച്ചുള്ള അവബോധവും ഭയമില്ലാതെ പ്രതിഷേധിക്കാനുള്ള കഴിവും ഉള്ള ഉയർന്ന സാക്ഷരതയുള്ള സമൂഹമായതിനാൽ കമ്പനികളുടെ ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുസമിതികൾ പോരാടും. ഉദാഹരണത്തിന് ബിർള ഗ്രൂപ്പിൻ്റെ ഗോളയോർ റയോൺസ് ഗ്രാസിം ഇൻഡസ്ട്രീസ് തങ്ങളുടെ ചാലിയാർ നദി മലിനമാക്കിയതിൻ്റെ വൻ ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് കോഴിക്കോടുള്ള മാവൂരിലെ യൂണിറ്റ് അടച്ചുപൂട്ടാൻ നിർബന്ധിതരായി. 8th one ആണ് പ്രൊസീജറൽ ഫോർമാലിറ്റീസ്. കേരള ഈസ് one of the few states that is heavily decentralized. This means that to start an industry, you have to submit papers right from a panchayat office to secretariat. Multiple rounds of inspections, procedural checks,
multiple clearances from various bodies. Even if all conditions are fulfilled, the panchayat or municipality or corporation may not give permission for starting an industry. നമ്മൾ എപ്പോഴും കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ് അങ്ങോട്ടും ഓടിപ്പിക്കുക എന്ന് പറയണ പോലെ എപ്പോഴും എന്തെങ്കിലും ഒരു സംരംഭം നമ്മൾ തുടങ്ങാൻ പോകുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ ഇതിൽ വിശദമായി പറയുന്നത് വൻതോതിൽ വികേന്ദ്രീകൃതമായ ചുരുക്കം ചില സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. ഇതിനർത്ഥം ഒരു വ്യവസായം ആരംഭിക്കുന്നതിന് നിങ്ങൾ ഒരു പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് പേപ്പറുകൾ സമർപ്പിക്കണം. ഒന്നിലധികം റൗണ്ട് പരിശോധനകൾ, നടപടിക്രമ പരിശോധനകൾ, വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഒന്നിലധികം ക്ലിയറൻസുകൾ, എല്ലാ വ്യവസ്ഥകളും പാലിച്ചാലും വ്യവസായം തുടങ്ങാൻ പഞ്ചായത്ത് അഥവാ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ അനുമതി നൽകില്ല. ഒമ്പതാമത്തെയാണ് lack of raw materials. Kerala have no major minerals, metals or such natural resources required for an industry unit. The only resources are agro-based resources like cultivated cash crops such as rubber, coir, coconut oil, spices, etc. and some rare minerals like monazite, etc. These items can be easily transported to some other place for large-scale processing where cost of industry can be lower. For example, a good percentage of large-scale industries that need rubber, say car, tires, etc. are located in Maharashtra as they can purchase rubber sheets from Kerala and transport to their plants in the state. ഒരു ഇൻഡസ്ട്രി യൂണിറ്റിന് ആവശ്യമായിട്ടുള്ള മേജറായിട്ടുള്ള മിനറൽസ്, മെറ്റൽസ്, അതേപോലെ തന്നെ നാച്ചുറൽ റിസോഴ്സസ്, പ്രകൃതി നമുക്ക് തരുന്ന റിസോഴ്സ് ഒന്നും കേരളത്തിലില്ല. കേരളത്തിൽ പിന്നെ ഉണ്ട് എന്താണ് ആഗ്രോ ബേസ്ഡ് ആയിട്ടുള്ള, അതായത് അഗ്രികൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ള റിസോഴ്സ് പോലെയുള്ള കൾട്ടിവേറ്റഡ് ആയിട്ടുള്ള ക്യാഷ് ക്രോപ്സ് ആയിട്ടുള്ള റബ്ബർ അറിയില്ല, പിന്നെ കോയർ, കയർ, കോക്കനട്ട് ഓയിൽ, സ്പൈസസ് എക്സിട്ര അതാണ് ഉള്ളത്. പിന്നെ റയർ മിനറൽസ് ആയിട്ടുള്ള മോണോസൈറ്റ് എക്സിട്ര ഒക്കെയാണ് കേരളത്തിലുള്ളത്. ഈ വസ്തുക്കളൊക്കെ നമുക്ക് ഈസിലി മറ്റു ലാർജ് സ്കെയിൽ പ്രോസസ്സിംഗ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിലേക്ക് ഈസി ആയിട്ട് കയറ്റുമതി ചെയ്യാൻ പറ്റും. അതിന് എക്സാമ്പിളാണ് ഫോർ എക്സാമ്പിൾ എ ഗുഡ് പെർസെൻറ്റേജ് ഓഫ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ദാറ്റ് നീഡ് റബ്ബർ, സേ കാർ, ടയേഴ്സ് എക്സിട്ര. ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിന് ആവശ്യമായിട്ടുള്ള റബ്ബർ, സേ കാർ ടയേഴ്സ് എക്സിട്ര മഹാരാഷ്ട്രയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് റബ്ബർ ഷീറ്റ്സൊക്കെ കേരളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യും, അത് അവരുടെ സ്റ്റേറ്റിലുള്ള മറ്റു പ്ലാന്റ്സിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ അതാണ് ലാക്ക് ഓഫ് റോ മെറ്റീരിയൽസ് പറയുന്നത്. പിന്നെ 10th വണ്ണാണ് ഇക്കോളജിക്കൽ പ്രോബ്ലംസ്. Kerala is ecologically very sensitive. Kerala is located near Western Ghats hotspot and 44 rivers are flowing across the small state. Therefore, any large-scale industry would definitely bring some ecological or environmental issues. അപ്പോൾ ഇക്കോളജിക്കൽ പ്രോബ്ലംസ് എന്ന് വെച്ചാൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ. കേരളം പാരിസ്ഥിതികമായി വളരെ സെൻസിറ്റീവാണ്. വെസ്റ്റേൺ ഗട്ട്സ് എന്ന് വെച്ചാൽ എന്താ, പശ്ചിമഘട്ടം. പശ്ചിമഘട്ടത്തിന് ഹോട്ട്സ്പോട്ട് എന്നാണ് ആ ഏരിയനെ പറയുക. സമീപമാണ് കേരളം സ്ഥിതി ചെയ്യുന്നത്. ഈ ചെറിയ സംസ്ഥാനത്തിന് കുറുകെ 44 നദികൾ ഒഴുകുന്നുണ്ട്. അതിനാൽ ഏതൊരു വൻകിട വ്യവസായവും തീർച്ചയായും ചില പാരിസ്ഥിതികമോ ആയ പ്രശ്നങ്ങൾ കൊണ്ടുവരും. അതാണ് ഇക്കോളജിക്കൽ പ്രോബ്ലംസിൽ പറയുന്നത്. 11ാമത്തെ കോഴ്സാണ് കറപ്ഷൻ. Corruption is rampant all over the state. Almost all government offices are characterized by red tapeism. There is a nexus among political leaders, bureaucrats and police departments. To get a license or clearance certificate to start an industry, you have to pay huge bribe to the bureaucrats. There are corruptions in public sector undertakings such as Malabar Cements Limited, etc. കറപ്ഷൻ എന്ന് വെച്ചാൽ എന്താ, അഴിമതി. സംസ്ഥാനത്തുടനീളം അഴിമതി വ്യാപകമാണ്, നമുക്കറിയാവുന്ന കാര്യമല്ലേ. മിക്കവാറും എല്ലാ സർക്കാർ ഓഫീസുകളിലും റെഡ് ടാപ്പിസത്തിൻ്റെ സവിശേഷതയാണ്. രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥരും പോലീസ് വകുപ്പുകളും തമ്മിൽ ഒരു ബന്ധമുണ്ട്, ഒരു കണക്ഷൻ, കറപ്ഷൻ കണക്ഷൻ.
ലൈസൻസ് അല്ലെങ്കിൽ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് അല്ലെങ്കിൽ ഒരു വ്യവസായം ആരംഭിക്കുന്നതിന് നിങ്ങൾ ഉദ്യോഗസ്ഥർക്ക് വലിയ കൈക്കൂലി നൽകണം. മലബാർ സിമന്റ് ലിമിറ്റഡ് തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും അഴിമതിയുണ്ട്. അതാണ് കറപ്ഷനിൽ പറയുന്നത്. പിന്നെ 12th വണ്ണാണ് low central investment. When compared to other India states, the central investment is very poor. It is only 2.5%. Maharashtra tops the list with 99%, followed by Odisha. അതായത് കുറഞ്ഞ കേന്ദ്ര നിക്ഷേപം. മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേന്ദ്ര നിക്ഷേപം വളരെ മോശമാണ്. ഇത് 2.5% മാത്രമാണ്. 9%വുമായി മഹാരാഷ്ട്ര ഒന്നാം സ്ഥാനത്തും ഒഡീസയുമാണ്. 13ാമത്തെയാണ് അതർ കോസസ്, മറ്റ് കാരണങ്ങൾ. Other causes for the industrial backwardness of Kerala are strikes, militant trade unionism, media activism and judicial activism, etc. മറ്റ് കാരണങ്ങൾ പണിമുടക്കുകൾ, മിലിറ്റന്റ് ട്രേഡ് യൂണിയനിസം, മീഡിയ ആക്ടിവിസം, ജുഡീഷ്യൽ ആക്ടിവിസം തുടങ്ങിയവയാണ് കേരളത്തിൻ്റെ വ്യാവസായിക പിന്നോക്കാവസ്ഥയുടെ മറ്റ് കാരണങ്ങൾ. So, there is no room for building massive industries. Kerala is one of the very densely populated states in India. Wages are so high compared to the rest of India, hence it won't be profitable to run a business where the most of the profit has to be spent on wages. Traditional high polluting industries are not suitable for Kerala due to the above factors. However, Kerala has high potential for tourism, IT, Ayurvedic tourism, education and other related industries. അപ്പോൾ അവസാനമായിട്ട് പറയുന്നത് വൻകിട വ്യവസായങ്ങൾ കെട്ടിപ്പടുപ്പിക്കാൻ ഇടമില്ല. ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് കൂലി വളരെ കൂടുതലാണ്. അതിനാൽ ലാഭത്തിൻ്റെ ഭൂരിഭാഗവും കൂലിക്കായി ചെലവഴിക്കേണ്ട ഒരു ബിസിനസ് നടത്തുന്നത് ലാഭകരമല്ല എന്ന് നമുക്കറിയാം. മേൽപ്പറഞ്ഞ ഘടകങ്ങൾ കാരണം പരമ്പരാഗത ഉയർന്ന മലിനീകരണ വ്യവസായങ്ങൾ കേരളത്തിന് അനുയോജ്യമല്ല. എന്നിരുന്നാലും ടൂറിസം, IT, ആയുർവേദ ടൂറിസം, വിദ്യാഭ്യാസം, മറ്റ് അനുബന്ധ വ്യവസായങ്ങൾ എന്നിവയ്ക്ക് കേരളത്തിൽ ഉയർന്ന സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മളിന്ന് മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അതിൽ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ഇൻഡസ്ട്രീസ് ഓഫ് കേരളനെ കുറിച്ച് പറഞ്ഞു. അതിൽ വരുന്നത് അഗ്രികൾച്ചർ ആൻഡ് ലൈഫ് സ്റ്റോക്ക്, ടൂറിസം, ഓയിൽ റിഫൈനിങ് ആൻഡ് പെട്രോ കെമിക്കൽസ്, ഷിപ്പ് ബിൽഡിംഗ്, എനർജി, കെമിക്കൽ ഇൻഡസ്ട്രി, ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഡസ്ട്രി, അങ്ങനെയാണ്. രണ്ടാമത് ഡിസ്കസ് ചെയ്തത് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് ഓഫ് കേരളയെ കുറിച്ചാണ്. അതിൽ വരുന്നത് ഹാൻഡ്ലൂം, ഹാൻഡിക്രാഫ്റ്റ്സ്, ബാംബു ഇൻഡസ്ട്രി, കോയർ ഇൻഡസ്ട്രി, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ്, കാഷ്യൂ ഇൻഡസ്ട്രി. പിന്നെ നമ്മൾ ഇവയൊക്കെ ഇൻഡസ്ട്രിയൽ ബാക്ക്വേർഡ്നെസ് ഓഫ് കേരളയുടെ കോസസ് ആണ് പറഞ്ഞത്. അതിൽ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ഓഫ് ദി സ്റ്റേറ്റ് പറഞ്ഞു, ടെക്നോളജിക്കൽ ബാക്ക്വേർഡ്നെസ് പറഞ്ഞു, ലാക്ക് ഓഫ് ലാർജ് ട്രാക്ട്സ് ഓഫ് ലാൻഡ്, പോപ്പുലേഷൻ ഡെൻസിറ്റി, ഹയർ പ്രൈസ് ഫോർ ലാൻഡ്, higher cost of labor, public agitation against wrongdoings of factory, procedural formalities, lack of raw materials, ecological problems, corruption, low central investment, other causes പറഞ്ഞു കൺക്ലൂഡ് ചെയ്ത്. അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഐ എം കൺക്ലൂഡിങ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.